ബെക്കാം പോവുകയാണ് പെസിൽ നിന്ന്. ഫിഫ ബെക്കാമിൻ്റെ ലൈസൻസ് കൊണാമിയിൽ നിന്നും എടുത്തിരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ, അതായത് എല്ലാ സോഷ്യൽ മീഡിയയും, യൂട്യൂബ്, അതുപോലെ തന്നെ വാട്സപ്പ്, അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും ഇത് തന്നെയായിരുന്നു വാർത്ത. ബെക്കാം പെസിൽ നിന്നും പോവുകയാണ്. ഫിഫയുമായി ബെക്കാം ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ഇപ്പോൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലും പറഞ്ഞിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണോ അതോ ഫേക്കാണോ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. തീർച്ചയായും അത് ഫേക്കല്ല, അത് ഷുവറായൊരു കാര്യം തന്നെയാണ്. ബെക്കാം എന്താ പറയുക, ഫിഫയുമായി ഒരു അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ബെക്കാം അതിനെക്കുറിച്ച് ഒരു മെസ്സേജും വിട്ടിട്ടുണ്ടായിരുന്നു. ഐ ആം റിയലി ഹാപ്പി ടു സൈൻ വിത്ത് ഫിഫ ഗെയിം. അത് അങ്ങനത്തെ ഒരു മെസ്സേജ് ബെക്കാം എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫിഫയും അതുപോലെ തന്നെ ബെക്കാമിൻ്റെ ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പിക്ചറും ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബെക്കാം പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും പോകും. അത് നമുക്ക് എന്താ പറയുക, വേറെ ഒന്നും കാര്യമൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ കൊണാമി ഇതുവരെ ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഏതായാലും ഈ പെസ് 2021 ബെക്കാം പോകില്ല എന്നത് മാത്രമാണ് ഒരു ആശ്വാസകരമായ കാര്യം. പെസ് 2022 ബെക്കാം പോവുക. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലെജൻഡിനെ തരും, ഒരു ബ്ലാക്ക് ബോൾ ലെജൻഡിനെ തരും. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ബെക്കാമിന് പകരമായിട്ട് ഏതൊരു ലെജൻഡിനെ റീപ്ലേസ്മെൻ്റായി തന്നാലും ഒരിക്കലും അതൊന്നും ബെക്കാമിൻ്റെ പകരം എത്തില്ല എന്നത് ഷുവറാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബെക്കാം പോയാൽ എന്നെപ്പോലെ അങ്ങനെ കാത്തിരുന്ന് ഇക്കൊല്ലം ബെക്കാമിനെ കിട്ടിയവരൊക്കെ തീർച്ചയായും വളരെയധികം ചമ്മിപ്പോകും, വഴിയാധാരമായി പോകും തന്നെ വേണമെങ്കിൽ പറയാം. അത്രക്കും പകരം വെക്കാനില്ലാത്തൊരു ലെജൻഡ് തന്നെയാണ് ഡേവിഡ് ബെക്കാം എന്ന ഈ ഒരു പ്ലെയർ. നമുക്ക് പെസിൽ 3 കാർഡുണ്ട് ബെക്കാമിൻ്റെ. ഒന്ന് ഐക്കോണിക്, മറ്റേത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലത്തെ ബെക്കാം, മൂന്നാമത്തത് ഇംഗ്ലണ്ട്. എൻ്റെ കയ്യിൽ ഇംഗ്ലണ്ട് ബെക്കാമിൻ്റെ കാർഡാണുള്ളത്. പോകുന്നുണ്ടെങ്കിൽ 3 ഒക്കെ പോകാനാണ് സാധ്യത, അല്ലാതെ 1 പോകും, അങ്ങനെ അതിനും സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും എന്താ പറയുക, പോകുന്നുണ്ടെങ്കിൽ 3 പോകാൻ തന്നെയാണ് സാധ്യത. സോ പെസ്സിൽ ഇങ്ങനെ എന്താ പറയുക, സ്റ്റീവൻ ജെറാർഡും അതുപോലെ തന്നെ മറ്റ് 2-3 ലെജൻസൊക്കെ പോയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ജെറാർഡ് പെസ്സിൽ തിരിച്ചു വരുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ബെക്കാം പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും വേറെ എന്താ പറയുക ഒഫീഷ്യലായിട്ടൊരു ന്യൂസൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ പെസ് യൂസേഴ്സ് എല്ലാവരും എന്താ പറയുക, ഏതൊരു പ്ലെയേഴ്സിനെ നമ്മൾ ഫസ്റ്റ് 11-ൽ കീച്ചിട്ടില്ലെങ്കിലും ബെക്കാമിനെ കീക്കും. നമ്മൾ ആരോട് ചോദിച്ചാലും ബെക്കാമിനാണ് അവർ എല്ലാ മാച്ചിലും കീക്കുക എന്ന് തന്നെയാണ് പറയുക. അത്രക്കും നല്ലൊരു പ്ലെയറാണ് ബെക്കാം. അതുകൊണ്ട് തന്നെ ബെക്കാം പോയാൽ ബെക്കാം ഉള്ളവർക്കൊക്കെ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും അത്. നമുക്കാകെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. എന്തായാലും ചെറിയൊരു പ്രതീക്ഷ വകയുണ്ട്. എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് എന്നൊരു സാധനമുണ്ട്, എക്സ്ക്ലൂസീവ് കാർഡ്. അതെന്തെന്ന് വെച്ചാൽ അത് കിട്ടിയവർക്ക് മാത്രമേ അത് മൊത്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ, വേറെ ആർക്കും അതിൽ അവകാശമില്ല. ആ എക്സ്ക്ലൂസീവ് കാർഡ് ബെക്കാമിൻ്റെ ഫിഫയ്ക്ക് കിട്ടാതിരുന്നാൽ പെസ് യൂസേഴ്സിന് അത് വലിയൊരു ഭാഗ്യമാകും. അതുകൊണ്ട് തന്നെ പെസ് യൂസേഴ്സിന് വലിയൊരു ഭാഗ്യമാകും അത്. കാരണം പെസ്സിലുള്ള, അതായത് ഫിഫയിലുള്ള ചില ലെജൻസ് പെസ്സിലുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഫിഫക്ക് ആ ഒരു പ്ലെയേഴ്സിൻ്റെ എക്സ്ക്ലൂസീവ് കാർഡ് കിട്ടിയിട്ടില്ല എന്നതാണ് കാരണം. അതുപോലെ തന്നെ ബെക്കാമിൻ്റെ എക്സ്ക്ലൂസീവ് കാർഡ് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ബെക്കാം പെസ്സിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എനിക്കാകെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ വെയിറ്റ് ആൻഡ് സീ. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒഫീഷ്യലായി ഇതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.